മലങ്കര കാതലിക് ടിവിയിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സഭ എന്ന പദം ഏറ്റവുമധികം ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സത്യത്തിൽ സഭയെ ശരിയായി മനസ്സിലാക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രകാരമുള്ള ദുരുപയോഗം നടക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ അടിസ്ഥാന വിശ്വാസങ്ങൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ വിശ്വസിക്കുന്നു എന്നാണ് പഠിക്കുക. അതായത് അടിസ്ഥാന വിശ്വാസങ്ങളായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ മൂന്ന് വ്യക്തികളെ ഏറ്റുപറഞ്ഞതിന് ശേഷം നാലാമതായി പറയുന്നത് സഭയിൽ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ സഭയെ വിശ്വസിക്കുന്നു എന്നാണ് പറയുക. ചുരുക്കത്തിൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു വിശ്വാസ സത്യമാണ് സഭ എന്ന് പറയുക. അതുകൊണ്ട് നാം തൃത്വത്തിലെ മൂന്ന് വ്യക്തികളെ വിശ്വസിക്കുന്ന പോലെ തന്നെ സഭയെയും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. യേശുവിൻ്റെ മരണ ഉത്ഥാന ശേഷം യേശു ജീവിക്കുന്നത് സഭയിലൂടെയാണ്. യേശു AD 33 കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതോടുകൂടി യേശുവിൻ്റെ തുടർച്ചയായിരിക്കുന്നത് യേശുവിൻ്റെ ശരീരമായ സഭയാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ തുടർച്ചയാണ് സഭ, യേശുവിൻ്റെ ശരീരമാണ് സഭ. 1 കൊറിന്തോസ് 6:15 വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. 6:19 ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. കൊളോസിയർ 1:18 പറയുന്നു: അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അതുകൊണ്ട് യേശുവിനെയും സഭയെയും മാറ്റി നിർത്തി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. യേശുവിൻ്റെ തുടർച്ചയാണ്, യേശുവിൻ്റെ ശരീരമാണ് സഭ. സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് യേശു. AD 33 ശേഷം കർത്താവ് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷം യേശു ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുന്നതും കോടിക്കണക്കിന് വിശ്വാസികളുടെ ഉള്ളിൽ അവർ ദൈവമായി യേശുവിനെ ആരാധിക്കുന്നതിനുമെല്ലാം കാരണം സഭയാണ്. സഭയില്ലെങ്കിൽ ഒരുപക്ഷെ യേശു ക്രിസ്തു അറിയപ്പെടാത്ത ഒരു വ്യക്തിയായി തീർന്നേനെ. യഹൂദ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഒരുപക്ഷെ കണ്ടെത്താനാവുന്ന കുരിശിൽ മരിച്ച ഒരു വ്യക്തി മാത്രമായി യേശു തീരുമായിരുന്നു. ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ യേശുവിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് സഭയുള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് യേശുവിനെ സഭയിൽ നിന്നും മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കുവാനാകുകയില്ല. സഭയെ യേശുവിൽ നിന്നും മാറ്റി നിർത്തി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പലരും ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് പറയുന്നൊരു ചിന്താധാരയുണ്ട്: എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എന്നാൽ എനിക്ക് സഭയെ ഇഷ്ടമല്ല, സഭയിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. യേശുവിനെയും സഭയെയും വേർതിരിച്ച് കാണാനുള്ള ഒരു ചിന്താധാരയുടെ ഭാഗമായിട്ടാണ് നാം ഇത് കേൾക്കുക. പൗലോസ്ലീഹ പറയുന്നുണ്ട്: സഭയുടെ ശിരസ്സാണ് യേശു ക്രിസ്തു, നിങ്ങളുടെ ശരീരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ഇവിടെയെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് യേശു ക്രിസ്തുവും സഭയും ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിരസിനെയും ഈ ശരീരത്തെയും ഒന്നിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. നമുക്ക് ഒരു വ്യക്തിയുടെ ശിരസ് വെട്ടിമാറ്റിയതിന് ശേഷം ഞാൻ ശിരസിൽ വിശ്വസിക്കുന്നു, ശിരസിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല.
അല്ലെങ്കിൽ ശരീരത്തെ വിശ്വസിക്കുന്നു, ശരീരത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരീരവും ശിരസ്സും കൂടി ഒന്നിച്ചായിരിക്കുമ്പോഴാണ് അതൊരു വ്യക്തിയായി നിലനിൽക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വെട്ടിമുറിച്ച് ശിരസ്സിൽ മാത്രം വിശ്വസിക്കുന്നു എന്ന് ഒരുപക്ഷെ ആളുകൾ പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. അത് സഭയെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെയും സഭയെയും രണ്ടായി കണ്ടുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കുക ഒരിക്കലും ശരിയല്ല. യേശുക്രിസ്തുവും സഭയും ഒരു യാഥാർത്ഥ്യത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ സഭയെക്കുറിച്ച് ഈ എപ്പിസോഡിൽ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. മലയാള ഭാഷയിൽ സഭയെന്നും ഇംഗ്ലീഷിൽ ചർച്ച് എന്നും ജർമ്മൻ ഭാഷയിൽ കീർഹ എന്നും ഇറ്റാലിയൻ ഭാഷയിൽ കിയേസ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എക്ലെയിൻ എന്ന ഗ്രീക്ക് ധാതുവിൽ നിന്നും രൂപപ്പെട്ട പദമാണിത്. ലത്തീൻ ഭാഷയിൽ എക്ലേസിയ എന്ന പദത്തിലൂടെയാണ് അതറിയപ്പെടുക. അപ്പോൾ എക്ലേസിയ എന്ന വാക്ക് പൊതുവായി ഗ്രീക്കിലും ലത്തീൻ ഭാഷയിലും സഭ എന്നതിന് ഉപയോഗിക്കാറുണ്ട്. എക്ലേസിയ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹം എന്നാണ്. എക്ലേസിയ എന്ന പദം BC 600 മുതൽ ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്നു. രാജാവിന് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി ഒരു പ്രദേശത്ത് പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹമാണ് എക്ലേസിയ എന്ന് പറയുന്നത്. അതായത് ഭരണ സൗകര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമൂഹം, പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെട്ട ഒരു സമൂഹം. ഈ എക്ലേസിയ എന്ന പദം പഴയ നിയമത്തിൽ നിരവധി പ്രാവശ്യം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിയമാവർത്തനം 4:10, 5:2, 9:10, 23:1-2, ജോഷുവ 8:35, 22, ന്യായാധിപന്മാർ 22 എന്നീ ഭാഗങ്ങളിലൊക്കെ എക്ലേസിയ എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നാം കാണും. ജനത്തിൻ്റെ മതപരമായ ഒരു സമ്മേളനത്തെ മനസ്സിലാക്കാൻ ഈ പദം ഉപയോഗിക്കാറുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ദൈവമുൻപാകെയുള്ള സമ്മേളനത്തെ സൂചിപ്പിക്കാനായി ഈ പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സീനായ് മലയിലെ അവരുടെ സമ്മേളനത്തെ എക്ലേസിയ എന്ന പദത്തിലൂടെ അവർ പൊതുവായിട്ട് മനസ്സിലാക്കുന്നു. പുറപ്പാട് 19 നാം അത് കാണുന്നുണ്ട്. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആദിമ ക്രൈസ്തവ സമൂഹം. ആദിമ ക്രൈസ്തവ സമൂഹത്തെയും സൂചിപ്പിക്കുവാൻ എക്ലേസിയ എന്ന പദം പൊതുവായി ഉപയോഗിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഏകദേശം 114 പ്രാവശ്യം എക്ലേസിയ സഭ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട, വിളിച്ചു കൂട്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് സഭ അല്ലെങ്കിൽ എക്ലേസിയ എന്ന പദം പൊതുവായി അർത്ഥമാക്കുക. യേശു 3 പ്രാവശ്യം ഈ പദം ഉപയോഗിക്കുന്നതായി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇത് പ്രത്യേകം കാണുന്നുണ്ട്. യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതിനുശേഷം യേശു ശിഷ്യന്മാരോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അപ്പോൾ യേശു പറഞ്ഞു, യോനയുടെ പുത്രനായ ശിമോനെ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, പിന്നെയോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, ഈ പാറമേൽ ഞാൻ എൻ്റെ എക്ലേസിയ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പോൾ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ എക്ലേസിയ ഞാൻ സ്ഥാപിക്കും, സഭ സ്ഥാപിക്കും എന്ന് യേശു കൃത്യമായി പത്രോസിനോട് പറയുന്നുണ്ട്. യേശു ഇവിടെ എക്ലേസിയ എന്ന പദം ഉപയോഗിച്ചത് എന്ത് അർത്ഥത്തിലാണ്? കഴിവുകാർ എന്തായിരിക്കാം അത് മനസ്സിലാക്കിയത്? എക്ലേസിയ എന്ന പദം ഗ്രീക്കിൽ രൂപപ്പെട്ടതാണെങ്കിലും റോമക്കാരാണ് ആ പദം കൂടുതലായിട്ട് അതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിച്ചത്. റോമൻ ചക്രവർത്തിക്ക് വിവിധ സ്ഥലങ്ങളിൽ ഭരിക്കുന്നതിന് വേണ്ടി, ഭരണ സൗകര്യത്തിന് വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ട എക്ലേസിയ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ
റോമൻ ചക്രവർത്തി ജെറുസലേം ഭരിക്കുന്നത്, യൂദയ ഭരിക്കുന്നത്, അവിടെയുള്ള വിളിച്ചുകൂട്ടപ്പെട്ട ഒരു സമൂഹം എക്ലേസിയ അവരിലൂടെയായിരുന്നു. അപ്പോൾ റോമൻ ചക്രവർത്തിക്ക് ഭരണസൗകര്യത്തിനു വേണ്ടി ജെറുസലേമിലും യൂദയായാലും പലസ്തീനായാലുമൊക്കെ എക്ലേസിയ ഉണ്ടായിരുന്നു. വിളിച്ചുകൂട്ടപ്പെട്ട സംവിധാനം, ഒരു സമൂഹമുണ്ടായിരുന്നു. ഒരു യുദ്ധം ആരംഭിക്കണമെങ്കിൽ, ഭരണപരിഷ്കാരങ്ങൾ നടത്തണമെങ്കിൽ, സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടത്തണമെങ്കിൽ ചക്രവർത്തി എപ്പോഴും എക്ലേസിയായുടെ അഭിപ്രായം ആരായും. ജെറുസലേമിലെ എക്ലേസിയ ഒരു കാര്യം തീരുമാനിച്ച് ചക്രവർത്തിയെ അറിയിച്ചു കഴിഞ്ഞാൽ ജെറുസലേമിലെ എക്ലേസിയ തീരുമാനിച്ചത് റോമിൽ ചക്രവർത്തി അംഗീകരിക്കും. ജെറുസലേമിലെ എക്ലേസിയ തള്ളിക്കളയുന്നൊരു കാര്യം റോമിലെ ചക്രവർത്തി തള്ളിക്കളയും. പത്രോസിനോട് യേശു പറയുകയാണ്, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ എക്ലേസിയ സ്ഥാപിക്കും. പത്രോസാകുന്ന നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ ഒരു സമൂഹം ഞാൻ സ്ഥാപിക്കും. ആ സമൂഹം ഭൂമിയിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ സ്വർഗത്തിൽ ഇരിക്കുന്ന ചക്രവർത്തി ദൈവം അത് അതേപടി അംഗീകരിക്കും. ഭൂമിയിൽ പത്രോസിന് നേതൃത്വത്തിലുള്ള എക്ലേസിയ വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം ഒരു കാര്യം നിഷേധിച്ചാൽ സ്വർഗത്തിലെ ചക്രവർത്തി ദൈവം അത് നിഷേധിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പോൾ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം സഭയ്ക്കാണ് നൽകിയത്, എക്ലേസിയായിക്കാണ് നൽകിയത്. അതുകൊണ്ട് കർത്താവിനെ കേൾക്കുന്ന ആളുകൾക്ക്, യേശുവിനെ കേൾക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിരുന്നു. കാരണം ജെറുസലേമിലെ എക്ലേസിയ പറയുന്നത് റോം അംഗീകരിക്കും, തള്ളിക്കളയുന്നത് റോം തള്ളിക്കളയും. ഈ പശ്ചാത്തലത്തിൽ പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട ഈ എക്ലേസിയ അത് ഭൂമിയിലെടുക്കുന്ന തീരുമാനം സ്വർഗം അംഗീകരിക്കും, ഭൂമിയിൽ തള്ളിക്കളയുന്ന തീരുമാനം സ്വർഗവും തള്ളിക്കളയും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് 2 പ്രാവശ്യം സഭ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക, സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. എക്ലേസിയ എന്ന പദത്തിന് തുല്യമായ മറ്റൊരു പദമാണ് കിറിയാക്കെ, കർത്താവിനുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. കിറിയോസ്, ദ ലോഡ്, കർത്താവ് എന്ന പദത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് കിറിയാക്കെ, കർത്താവിനുള്ളത്. ഈ പദത്തിൽ നിന്നാണ് ജർമ്മൻ ഭാഷയിൽ കീർഹെ എന്ന പദം ഉണ്ടായത്. ജർമ്മൻ ഭാഷയിൽ സഭ എന്നതിന് കീർഹെ എന്നാണ് പറയുക. ഈ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ചർച്ച് എന്ന പദം ഉണ്ടായത്. അപ്പോൾ കിറിയാക്കെ എന്ന കർത്താവിനുള്ളത് എന്ന അർത്ഥമുള്ള പദത്തിൽ നിന്നാണ് കീർഹെ അല്ലെങ്കിൽ ചർച്ച് എന്ന പദം ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലയാളത്തിൽ സഭയെന്നും സുറിയാനി ഭാഷയിൽ ഈത്തോ എന്ന പദവുമാണ് സഭയ്ക്ക് ഉപയോഗിക്കുക. എന്നാൽ മലയാള ഭാഷയിൽ സഭയ്ക്കും അതുപോലെ തന്നെ പള്ളിക്കും വ്യത്യസ്തങ്ങളായ പദങ്ങളുണ്ട്. നമ്മളൊരു ഇടവപ്പള്ളിയെ സെൻറ്റ് തോമസ് മലങ്കര കാതലിക് ചർച്ച് എന്ന് പറയും. അതേസമയം സഭയെയും ചർച്ച് എന്നാണ് പറയുക. എന്നാൽ മലയാളത്തിൽ നാം സെൻറ്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി എന്നാണ് പറയുക. അപ്പോൾ പള്ളി കെട്ടിടത്തിന്, ആ ഇടവക സമൂഹത്തിന് പള്ളി എന്ന പദത്തിലൂടെയാണ് നാം പ്രത്യേകമായിട്ട് അതിനെ മനസ്സിലാക്കുക. എന്നാൽ സഭയെ മനസ്സിലാക്കാൻ സഭ എന്ന പൊതു പദപ്രയോഗവും നാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ സഭയ്ക്കും പള്ളിക്കും ഒരേ പേരാണ്. ഒരുപക്ഷേ അത് കുറേ കൂടെ അർത്ഥവത്താൻ തോന്നുന്നു. കാരണം സഭയെയും പള്ളിയെയും വേർതിരിച്ച് കാണുക ശരിയല്ല. സഭയെ പള്ളിയിൽ നിന്നും വേർപെടുത്തി കാണുന്ന സമീപനം അത് ദൈവശാസ്ത്രപരമായി തെറ്റായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഭയ്ക്കും പള്ളിക്കും ഒരേ പദം ഉപയോഗിക്കുന്നത് ഏറ്റവും ദൈവശാസ്ത്രപരമായി ശരിയായ ഒരു യാഥാർത്ഥ്യമാണ്. എവിടെയാണ് നമുക്ക് സഭയെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കുക? ഒരു പ്രത്യേക സ്ഥലത്ത് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേക യാഥാർത്ഥ്യത്തെ നോക്കിക്കൊണ്ട് ഇത് സഭയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദൈവജനം, അവർ വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മെത്രാനോടോ
അല്ലെങ്കിൽ മെത്രാനാൽ നിയോഗിക്കപ്പെടുന്ന വൈദികനോടോ ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ നോക്കി നമുക്ക് പറയാൻ സാധിക്കും, ദിസ് ഈസ് ദ ചർച്ച്, ഇത് സഭയാണ്. കാരണം അവിടെ 3 യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. സഭയെ സഭയാക്കുന്ന 3 അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ. 1, മാമോദീസ സ്വീകരിച്ച ദൈവജനം. 2, അപ്പസ്തോലിക അധികാരമുള്ള മെത്രാൻ, ഹൈരാർക്കിയുടെ ഭാഗമായി മെത്രാനോ മെത്രാനാൽ നിയോഗിക്കപ്പെടുന്ന പുരോഹിതനോ. 3-മതായിട്ട് വിശുദ്ധ കുർബാന മധ്യേ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സാന്നിധ്യം അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ സഭയെ സഭയാക്കുന്നത് ഈ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സാന്നിധ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ സഭയുണ്ട് എന്ന് പൊതുവായി നാം മനസ്സിലാക്കും. അതുകൊണ്ട് വിശുദ്ധ ഇഗ്നാത്തിയോസ് ഇപ്രകാരം പഠിപ്പിച്ചു, മെത്രാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് അവിടെ സഭയുണ്ട്, ആ സഭ കാതോലികമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് ദൈവജനവും അപ്പസ്തോലിക അധികാരവും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സാന്നിധ്യവും ഉള്ളതുകൊണ്ട് അവിടെ സഭയുടെ പൂർണ്ണതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനാൽ വിശുദ്ധ കുർബാന സഭയെ സൃഷ്ടിക്കുന്നു, വിശുദ്ധ കുർബാന സഭയെ പ്രകടമാക്കുന്നു, വിശുദ്ധ കുർബാന സഭയെ വെളിപ്പെടുത്തുന്നു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആരാധനയില്ലെങ്കിൽ സഭ ഇല്ല എന്ന് തന്നെ പറയാം. ആരാധനാ സമൂഹത്തിലാണ് സഭ സൃഷ്ടിക്കപ്പെടുന്നതും വെളിവാക്കപ്പെടുന്നതും മനസ്സിലാക്കപ്പെടുന്നതും. ക്രൈസ്തവ പാരമ്പര്യത്തിൽ സഭ എന്ന പദം 3 രീതിയിൽ മനസ്സിലാക്കാറുണ്ട്. ഒരു ആരാധനാ സമൂഹത്തെ സഭയെന്ന് പൊതുവായിട്ട് പറയാറുണ്ട്. പ്രാദേശികമായ വിശ്വാസികളുടെ കൂട്ടായ്മയെ സഭയെന്ന് പറയാറുണ്ട്. വിശ്വാസികളുടെ സാർവത്രിക സമൂഹത്തെയും സഭ എന്ന പദത്തിലൂടെ നാം മനസ്സിലാക്കാറുണ്ട്. 1 കൊറിന്തോസ് 11:18, ഗലാത്തി 1:13, 1 കൊറിന്തോസ് 15:9 ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ സഭ എന്ന് പറയുമ്പോൾ, സഭയിലെ അംഗം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? ഒരു വ്യക്തി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടുകൂടി ഒരു വ്യക്തി സഭയുടെ അംഗമാകുന്നു, ദൈവജനത്തിൻ്റെ ഔദ്യോഗിക ഭാഗമാകുന്നു. എന്നാൽ ആദിമസഭയിൽ വിശ്വാസികളായ മാതാപിതാക്കൾക്ക് മക്കൾ ജനിച്ചപ്പോൾ ഈ വിശ്വാസികളായ മാതാപിതാക്കളുടെ വിശ്വാസം അവരുടെ അടുത്ത തലമുറയിലേക്ക് ഒഴുകിയെത്തുന്നു, അവർക്കും ഇത് ലഭിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളായ മാതാപിതാക്കളുടെ മക്കൾക്ക് ശിശുപ്രായത്തിൽ തന്നെ മാമോദീസ കൊടുക്കുകയും അങ്ങനെ അവർക്ക് പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് യേശുവിനെക്കുറിച്ചുള്ള അറിവിൽ അവരെ ക്രമേണ വളർത്തുകയും ചെയ്യുന്ന പതിവാണ്, പാരമ്പര്യമാണ് സഭയിലുള്ളത്. അതിനാൽ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന എല്ലാവരും സഭയുടെ അംഗങ്ങളാണ്, ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്, അവർ ദൈവത്തിൻ്റെ ജനമാണ്. സഭാപിതാക്കന്മാർ പറയുന്നു, സഭയ്ക്ക് ക്രിസ്തുവിൻ്റേതല്ലാത്ത ഒരു പ്രകാശവുമില്ല. സഭാപിതാക്കന്മാർ ഉപമയനുസരിച്ച് സഭ ചന്ദ്രനെ പോലെയാണ്. അതിൻ്റെ പ്രകാശം മുഴുവൻ സൂര്യനിൽ നിന്നുമാണ് അത് സ്വീകരിക്കുന്നത്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ സഭയ്ക്കുള്ള ശക്തി സ്രോതസ് പ്രകാശം മുഴുവൻ യേശുവിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് സഭാപിതാക്കന്മാർ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സഭാപിതാക്കന്മാരുടെ പഠിപ്പിനനുസരിച്ച് ആത്മാവ് പുഷ്പിക്കുന്ന ഇടമാണ് സഭ. വിശുദ്ധ ഹിപ്പോളിറ്റസ് എന്ന സഭാപിതാവ് പറയുന്നു, ആത്മാവ് പുഷ്പിക്കുന്ന സ്ഥാനമാണ് സഭ എന്ന്. സഭയുടെ ഉത്ഭവവും വളർച്ചയും. സഭ എപ്പോഴാണ് ആരംഭിച്ചത്? സഭ ഔദ്യോഗികമായി യേശു ഒരു പ്രത്യേക നിമിഷത്തിൽ സ്ഥാപിച്ചിരുന്നു. സഭ എപ്പോഴാണ് ആരംഭിച്ചത്? അതിൻ്റെ വളർച്ച എങ്ങനെയാണ് നാം മനസ്സിലാക്കുക? സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവപിതാവിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു പദ്ധതിയാണ് സഭ എന്ന് പറയുക. ആദിമാതാപിതാക്കൾ പാപം ചെയ്തതോടുകൂടി അവരും അവരുടെ സന്തതി പരമ്പരകളും ചിതറിക്കപ്പെട്ടു, വിഭജിക്കപ്പെട്ടു. അങ്ങനെ ചിതറിക്കപ്പെട്ട ആദാമിൻ്റെ മക്കളെ ഒന്നിച്ചു കൂട്ടുവാൻ ദൈവം അബ്രഹാമിലൂടെ പദ്ധതി ഒരുക്കി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിലൂടെ ഇസ്രായേൽ സമൂഹത്തെ രൂപീകരിച്ചുകൊണ്ട് അവരുമായി ഉടമ്പടി ചെയ്തുകൊണ്ട് ചിതറിക്കപ്പെട്ട സമൂഹത്തെ
ഒന്നിച്ച് വിളിച്ചു കൂട്ടുന്നതിന് ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേലിലൂടെ പദ്ധതി ഒരുക്കി. പഴയ ഉടമ്പടിയിലൂടെ അവിടുന്ന് പദ്ധതി ഒരുക്കി. ഇത് സഭയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഈ വിളിച്ചുകൂട്ടൽ പദ്ധതിയുടെ പ്രകടമായ ഒരു അടയാളമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം ദൈവമായിട്ടുള്ള ഉടമ്പടി തകർത്തപ്പോൾ ഈ ഉടമ്പടി തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ പുതിയ ഉടമ്പടി പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി, ഈ സംഭവങ്ങളെല്ലാം തന്നെ സഭയുടെ വ്യക്തമായ ചില ദൃശ്യമായ അടയാളങ്ങളാണ്. പ്രത്യേകിച്ചും യേശുക്രിസ്തുവിൻ്റെ ജനനം സഭയുടെ പ്രകടമായ ഒരു അടയാളമാണ്. രണ്ടാമതായി യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണം, യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് സഭയുടെ പ്രകടമായ ഒരു അടയാളമാണ്. പത്രോസിൻ്റെ നേതൃത്വത്തിൽ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് വഴി പത്രോസിന് പ്രത്യേകമായിട്ട് പത്രോസിന്മേൽ സഭയെ സ്ഥാപിക്കുന്നത്, പത്രോസിനോട് ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് അജപാലിന് ദൗത്യം ഏൽപ്പിക്കുന്നത്, ഇവയെല്ലാം സഭയുടെ പ്രകടമായ അടയാളങ്ങളാണ്. പെസഹായിലെ വിശുദ്ധ കുർബാന സ്ഥാപനം, കാൽവരി കുരിശിലെ മരണം, ഉത്ഥാനം, ഇവയെല്ലാം തന്നെ സഭയുടെ പ്രകടമായ അടയാളങ്ങളാണ്. കുരിശിലെ യേശുവിൻ്റെ ആത്മബലിയിൽ നിന്നാണ് സഭ ജനിക്കുന്നതെന്ന് സഭ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 766 നമ്പറിൽ ഇപ്രകാരം നാം പഠിക്കുന്നു: സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാക്കുകയും ചെയ്ത സമ്പൂർണ്ണ ആത്മദാനത്തിൽ നിന്നാണ്. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉത്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. എന്തെന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന യേശുക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനുമാകുന്ന വിസ്മീനീയമായ കൂദാശ ബഹിർഗമിച്ചത്. ഉറങ്ങുന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്നും ഹവ്വ രൂപവത്കരിക്കപ്പെട്ടതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ച ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചതെന്ന് വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് വിലാവിൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ട് അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി, ആ മുറിക്കപ്പെട്ട പാർശ്വത്തിൽ രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ അവിടെ നിന്നാണ് സഭ ജനിക്കുന്നതെന്നാണ് വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നത്. എന്താണ് അത് അർത്ഥമാക്കുക? ഒന്നാമത്തെ ആദത്തിൻ്റെ മണവാട്ടിയായ ഹവ്വയെ സൃഷ്ടിക്കുന്നത് ആദത്തിൻ്റെ വിലാവ് കുത്തിത്തുറന്ന് അവിടെ ഒന്ന് വാരിയിലെടുത്ത് ഒന്നാമത്തെ മണവാട്ടിയെ ദൈവം രൂപപ്പെടുത്തിയെങ്കിൽ, രണ്ടാമാദമായ യേശുവിനെ മണവാട്ടിയായി സഭയെ നൽകുന്നത് മണവാളനായ യേശുവിൻ്റെ വിലാവ് കുത്തിത്തുറന്ന് അവിടെ നിന്നും രക്തവും വെള്ളം ഒഴുകി അവിടെ നിന്നുമാണ് മണവാട്ടിയായ സഭ രൂപപ്പെടുന്നത്. അപ്പോൾ ആദത്തിൻ്റെ മണവാട്ടിയായ ഹവ്വ ആദത്തിൻ്റെ വിലാപ്പുറത്തു നിന്നും അവിടെ കുത്തി തുറന്ന് വാരിയിലെടുത്ത് അവിടെ നിന്ന് ആ ഹവ്വ രൂപപ്പെട്ടതുപോലെ രണ്ടാം ആദമാകുന്ന യേശുവിൻ്റെ വിലാപ്പുറം കുത്തി തുറന്ന് അവിടെ നിന്നും യേശുവിൻ്റെ മണവാട്ടിയായ സഭ ജനിച്ചു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. വളരെ മനോഹരമായ ഒരു പ്രതീകമാണ് നാം ഇവിടെ കാണുക. ചുരുക്കത്തിൽ യേശുവിൻ്റെ പെസഹ സംഭവം, കുരിശുമരണം, ഉത്ഥാനം, ഈ സംഭവങ്ങളുടെ എല്ലാം സഭയുടെ ഉത്ഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ അയച്ചതോടുകൂടി സഭ പരസ്യമായി പ്രകടമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പെന്തിക്കോസ്തിയോടുകൂടി മാമോദീസായിൽ സഭയിൽ പുതിയ വ്യക്തികൾ ജനിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ അയച്ചതോടുകൂടി, വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടുകൂടി സഭ പ്രകടമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ സഭയുടെ അംഗങ്ങളായി. അങ്ങനെ സഭയ്ക്ക് പ്രകടമായ തുടർച്ച പെന്തിക്കോസ്തിയിൽ നാം കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തിലാണ്
സഭ ആരംഭിച്ചത് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ചുരുക്കത്തിൽ പിതാവായ ദൈവത്തിന് മനസ്സിൽ രൂപം കൊണ്ട സഭ എന്ന യാഥാർത്ഥ്യം ലോകത്തിൻ്റെ ആരംഭത്തിലൂടെ സൂചിപ്പിക്കപ്പെടുകയും പഴയ നിയമ ഉടമ്പടിയിൽ പ്രത്യേകം ഒരുക്കപ്പെടുകയും യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും ദൈവരാജ്യ പ്രഘോഷണത്തിലൂടെയും സഭയ്ക്ക് പ്രത്യേകം തുടക്കമിടുകയും പത്രോസിൻ്റെ നേതൃത്വത്തിൽ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് സഭയ്ക്ക് ദൃശ്യമായ സംവിധാനം രൂപപ്പെടുത്തുകയും യേശുമിശിഹായുടെ അന്ത്യത്താഴം, കുരിശുമരണം, ഉത്ഥാനം എന്നീ സംഭവങ്ങളിലൂടെ സഭ പ്രത്യേകമായി ജനിക്കുകയും അവസാനം പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടുകൂടി സഭ പരസ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് സഭ ഏതെങ്കിലും ഒരു സംഭവത്തിൽ മാത്രം സഭയുടെ ആരംഭത്തെ നമുക്ക് ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല. ഈ കൂട്ടായ ദർശനത്തിൽ നിന്ന് വേണം സഭയെ നാം പൊതുവായി മനസ്സിലാക്കാൻ, സഭയുടെ ആരംഭവും ഉത്ഭവവും വളർച്ചയും നാം മനസ്സിലാക്കാൻ. സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഭയുടെ ചില പ്രതീകങ്ങൾ നമ്മളെ സഹായിക്കും. പഴയ നിയമത്തിൽ ദൈവജനവുമായി ബന്ധപ്പെട്ടാണ് പ്രതീകങ്ങൾ രൂപപ്പെട്ടിരിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതീകങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. യേശുക്രിസ്തു സഭയുടെ ശിരസ്സാണ്. യേശുവാകുന്ന ശിരസിൻ്റെ ഉടലാണ് സഭ. ഈ ഒരു അടിസ്ഥാന ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമത്തിലെ പ്രതീകങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ ആട്ടിടയർ, കൃഷി, കെട്ടിടം, കുടുംബജീവിതം, വിവാഹം എന്നീ നിലയിലുള്ള വിവിധ പ്രതീകങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രതീകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സഭയെ പ്രധാനമായിട്ടും പുതിയ നിയമത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഒന്നാമതായി സഭ ഒരു ആട്ടിൻപറ്റമാണ്. ദൈവജനമാകുന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ യഥാർത്ഥ ഇടയനാണ് യേശു. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച നല്ല ഇടയനായിട്ട് യേശുവിനെ നാം മനസ്സിലാക്കുന്നു. ദൈവജനം മാനുഷിക ഇടയന്മാരാൽ നയിക്കപ്പെടുന്നുവെങ്കിലും യഥാർത്ഥ ഇടയൻ യേശു തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയും ഏഷ്യ 40:11 ഇതിൻ്റെ സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ വെക്കുന്നവനാണ്. ഈ സൂചനകളിലൂടെയെല്ലാം ദൈവജനം യഥാർത്ഥ ഇടയനായ യേശുവിൻ്റെ ആടുകളാണ്, ആട്ടിൻപറ്റമാണ് എന്നുള്ള സൂചന നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായി സഭയെ ദൈവത്തിൻ്റെ വയൽ അഥവാ കൃഷിസ്ഥലം എന്ന പേരിൽ മനസ്സിലാക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുന്തിരിത്തോട്ടമാണ് സഭ. അത് യഥാർത്ഥ മുന്തിരിച്ചെടി ക്രിസ്തുവാണ്. ദൈവജനമെല്ലാം ഈ മുന്തിരിച്ചെടിയുടെ ശാഖകളാണ്. ദൈവജനമാകുന്ന ഈ ശാഖകൾ യഥാർത്ഥ മുന്തിരിച്ചെടിയായ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വ്യക്തമായി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. യേശു സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങളതിൻ്റെ ശാഖകളുമാണ്. മുന്തിരിയുടെ ശാഖ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് തായ്തണ്ടിൽ നിന്നും ജീവരസം സ്വീകരിച്ച് ശാഖകൾ വളരുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുന്നതെന്നും തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത ശാഖയെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 3:9, റോമ 11, 13, 16, മത്തായി 21, 33, 46 ഈ വേദഭാഗങ്ങളിലെല്ലാം നമുക്ക് ഈ ചിന്തകൾ കാണാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ പിതാവായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൃഷിസ്ഥലമാണ് സഭ. യഥാർത്ഥ മുന്തിരിച്ചെടിയായ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ് ദൈവജനം. മൂന്നാമതായി സഭയെ ദൈവഭവനം എന്ന പേരിൽ മനസ്സിലാക്കുന്നുണ്ട്. സഭയെ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവഭവനമെന്നും നാം മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരാൽ പണിയപ്പെട്ടതാണ് ഈ ഭവനം. ക്രിസ്തുവാണ് ഈ ഭവനത്തിൻ്റെ മൂലക്കല്ല്. ദൈവത്തിൻ്റെ കുടുംബം വസിക്കുന്ന അവിടുത്തെ ആലയം, പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തിൻ്റെ കുടുംബം, മനുഷ്യരുടെ ഇടയിലുള്ള ദൈവത്തിൻ്റെ വാസസ്ഥലം, ഇങ്ങനെയുള്ള ചിന്തകൾ ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ ആരാധനാലയം. നാം എല്ലാവരും സജീവ ശിലകളെന്ന നിലയിൽ ഈ ഭവനത്തോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്നു. 1 കൊറിന്തോസ് 3:9 മത്തായി 20:42 നാം ഇത് വായിക്കുന്നുണ്ട്. കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കുന്ന പശ്ചാത്തലത്തിൽ യേശു ഇപ്രകാരം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിന് നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ
അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നു എന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പഠിപ്പിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ പറ്റിയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ദേവാലയം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ്. സഭ യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ തന്നെ ദേവാലയവും യേശുവിൻ്റെ ശരീരമാണ് എന്നുള്ള വലിയ ബോധ്യമാണ് ഈ പ്രതീകം നമുക്ക് തരിക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭവനം, ആരാധനാലയം അത് ദൈവത്തിൻ്റെ ശരീരമാണെന്നും അത് സഭയാണെന്നുമുള്ള ആ ഒരു ചിന്ത, സഭയും ദേവാലയവും ഒന്നിച്ച് പോകേണ്ട യാഥാർത്ഥ്യമാണെന്നും ഒക്കെ ഈ പ്രതീകം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹ സഭയെ പീഡിപ്പിച്ചപ്പോൾ യേശു പൗലോസ് പറയുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. പൗലോസ് ഒരിക്കലും യേശുവിനെ പീഡിപ്പിച്ചിരുന്നില്ല. യേശുവിൻ്റെ ശരീരമായ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ യേശുവാണ് പീഡിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് എന്ന് പ്രത്യേകമായിട്ട് യേശു അവിടെ പറയുന്നത്. ചുരുക്കത്തിൽ യേശുവിൻ്റെ ശരീരമാണ് സഭ, യേശുവിൻ്റെ ശരീരമാണ് ദേവാലയം. അപ്പോൾ ആരാധനാലയം സഭയുടെ പ്രതീകമായി പ്രത്യേകമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു. അത് യേശുവിൻ്റെ ശരീരമെന്ന നിലയിൽ, സഭ എന്ന നിലയിലും നാം അത് മനസ്സിലാക്കുന്നു. 4-മതായി സഭ യേശുവിൻ്റെ മണവാട്ടിയാണ് എന്നുള്ള പ്രതീകമാണ്. പഴയ നിയമത്തിൽ യഹോവ മണവാളനും ഇസ്രായേൽ മണവാട്ടിയുമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിരവധി പഴയ നിയമ പ്രതീകങ്ങൾ യഹോവ മണവാളനും ഇസ്രായേൽ മണവാട്ടിയും എന്ന രീതിയിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ വഴിതെറ്റിയപ്പോഴൊക്കെ, തെറ്റിയപ്പോഴൊക്കെ മണവാട്ടിയായ ഇസ്രായേൽ മണവാളനായ യഹോവയെ വിട്ട് അവൾ വ്യഭിചാരം ചെയ്തു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ യേശു മണവാളനും സഭ മണവാട്ടിയുമായി പ്രത്യേകമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ഹോസിയ 2:19-21 ഏശയ്യ 54:5 ജെറമിയ 31:32 ഈ പ്രതീകങ്ങൾ കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വധൂവരന്മാർ തമ്മിലുള്ള ആഴമായ ബന്ധമായിട്ടാണ് വിശുദ്ധ പൗലോസ് സൂചിപ്പിച്ചിരിക്കുക. സഭയുടെ ശിരസ്സാണ് യേശുക്രിസ്തുവെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർ 1:18 പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് ഈ പ്രതീകത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇപ്രകാരം പറയുന്നു, ഇത് സമ്പൂർണ്ണ ക്രിസ്തുവാണ്. ശിരസ്സും ശരീരവും പലരിൽ നിന്ന് രൂപപ്പെടുത്തിയ ഒന്ന്. ശിരസ് സംസാരിച്ചാലും അവയവങ്ങൾ സംസാരിച്ചാലും ക്രിസ്തുവാണ് സംസാരിക്കുന്നത്. അവിടുന്ന് ശിരസ് എന്ന നിലയിലും ശരീരമെന്ന നിലയിലും സംസാരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? രണ്ടുപേരും ഒരു ശരീരമായി തീരും. ഇത് വലിയൊരു രഹസ്യമാണ്. ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. കർത്താവ് തന്നെ സുവിശേഷത്തിൽ പറയുന്നു, പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. യഥാർത്ഥത്തിൽ അവർ 2 വ്യത്യസ്ത വ്യക്തികളാണ്, എന്നാലും അവർ ദാമ്പത്യപരമായ ഐക്യത്തിൽ ഒന്നാണ്. ശിരസ് എന്ന നിലയിൽ അവിടുന്ന് തന്നെയാണ് വരൻ എന്നും ശരീരമെന്ന നിലയിൽ അവിടുന്ന് തന്നെയാണ് വധുവെന്നും വിളിക്കുന്നു. അഗസ്തീനോസ് സഭ മണവാട്ടി എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് എഴുതുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യം യേശുവിൻ്റെ ശിരസ്സും ശരീരവും തമ്മിലുള്ള ഐക്യമായി അതിനെ സൂചിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശിരസ് തൻ്റെ ശരീരത്തോട് എപ്രകാരം യോജിച്ചിരിക്കുമോ അത്രമാത്രം മണവാളൻ മണവാട്ടിയോട് യോജിച്ചിരിക്കുന്നു. ശിരസ് യേശുവും ശരീരം മണവാട്ടിയും എന്ന നിലയിൽ ശിരസ്സും ശരീരം എപ്രകാരം യോജിച്ചിരിക്കുമോ അപ്രകാരം സഭയാകുന്ന ഈ ശരീരവും ശിരസ്സാകുന്ന മണവാളനായ യേശുവും യോജിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുകയാണ്. യേശുവാകുന്ന ശിരസ്സും ശരീരമാകുന്ന സഭയും എപ്രകാരം യോജിച്ചിരിക്കുന്നുവോ അതുപോലെ മണവാളനും മണവാട്ടിയും യോജിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് പ്രത്യേകമായിട്ട് യേശു ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും എന്നുള്ള ഈ പ്രതീകത്തിലൂടെ എത്രമാത്രം യേശു ക്രിസ്തുവും സഭയും ഒരു ശരീരവും ശിരസ്സും തമ്മിൽ യോജിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രതീകത്തിലൂടെ പഠിപ്പിക്കുകയാണ്. സഭ കറയറ്റ മണവാളൻ്റെ കറയറ്റ വധുവാണ് എന്ന് പ്രത്യേകമായിട്ട് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. വെളിപാട് 22:17 നാം മനസ്സിലാക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തു എന്ന് എഫീസർ 5:25-26 നാം വായിക്കുന്നുണ്ട്. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയിലൂടെ യേശു സഭയാകുന്ന മണവാട്ടിയെ കൂട്ടിച്ചേർത്തു. സ്വന്തം ശരീരമെന്ന നിലയിൽ അവളെ പരിപാലിക്കുന്നതിൽ നിന്ന് യേശു ഒരിക്കലും വിരമിക്കുന്നില്ല. ആ ബന്ധം ശാശ്വതമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ യേശുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ മലങ്കര സഭ വളരെ വൈകാരികമായി പ്രാർത്ഥനയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതീകമാണ് യേശു മണവാളനും സഭ മണവാട്ടിയും എന്നുള്ള ഈ പ്രതീകം. വിവാഹ ആഘോഷങ്ങളിലെ പ്രാർത്ഥനകളിലും ഗാനങ്ങളിലുമെല്ലാം നമുക്കിത് വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി തുടങ്ങിയ ഗാനങ്ങളെല്ലാം നമുക്ക് ഈ പ്രതീകമായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ്. സഭയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന 3 പ്രതീകങ്ങളെ കൂടി നമുക്ക് ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സഭയെക്കുറിച്ചുള്ള 3 പ്രത്യേക പ്രതീകങ്ങളിലൂടെ സഭയെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. വത്തിക്കാൻ സൂനോദോസ് സഭയെ പറ്റി പഠിപ്പിക്കുമ്പോൾ എന്താണ് സഭ എന്ന് പറയുമ്പോൾ സഭയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്, നിർവചിക്കുന്നത് സഭ ദൈവജനമാണ് എന്നുള്ളതാണ്. സഭ ദൈവത്തിൻ്റെ ജനമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ജനമാണ്. ചില പ്രത്യേക കാരണങ്ങളാൽ ചരിത്രപരമോ മതപരമോ ദേശപരമോ വംശപരമോ രാഷ്ട്രീയപരമോ ആയി ദൈവജനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം ഏതെങ്കിലും ഒരു ജനതയുടെ സ്വകാര്യ സ്വത്തല്ല. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ ഒരു ദൈവജനമായി ഉയർത്തിയിരിക്കുന്നു. 1 പത്രോസ് 2:9 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശു നമുക്ക് വേണ്ടി ഒരു ജനത്തെ നേടിത്തന്നു, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയുമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാണ്. അങ്ങനെ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം, ഒരാൾ ദൈവജനത്തിൻ്റെ അംഗമാകുന്നത് ശാരീരികമായ ജനനം മൂലമല്ല, പിന്നെയോ ഉന്നതത്തിൽ നിന്ന് ജനിച്ചുകൊണ്ടാണ്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തിലൂടെ, അതായത് യേശുക്രിസ്തുവുള്ള വിശ്വാസം വഴി ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ ജനമായിട്ട് തീരുന്നത്. ഈ ജനത്തിൻ്റെ ശിരസ്സായിട്ട് യേശുക്രിസ്തു നിൽക്കുകയാണ്. യേശുക്രിസ്തുവിനാൽ വിളിച്ചുകൂട്ടപ്പെട്ട മാമോദീസായിലൂടെ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ദൈവജനമായി തീർന്ന ഈ ദൈവജനം യേശുക്രിസ്തുവുമായി അഭേദ്യം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. യേശുവിൻ്റെ ശരീരമാണ് ഈ ദൈവജനം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ദൗത്യങ്ങളെല്ലാമാണ് ഈ ദൈവജനത്തിനും നിർവഹിക്കാനുള്ളത്. പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്യുകയും പുരോഹിതനും പ്രവാചകനും രാജാവുമായി സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് യേശുക്രിസ്തു. ദൈവജനം മുഴുവനും ക്രിസ്തുവിൻ്റെ ഈ 3 ധർമ്മങ്ങളിലും ഭാഗഭാക്കുകളാകുന്നു. അവയിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൗത്യത്തിനും സേവനത്തിനും വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ അവർ വഹിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 783 നാം ഇപ്രകാരം വായിക്കുന്നു. അതായത് പിതാവായ ദൈവം അനാദിയിലെ മിശിഹ എന്ന നിലയിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യരാജാവുമാണ്. ഈ പ്രവാചക പുരോഹിത രാജീക ദൗത്യമാണ് യേശുക്രിസ്തു പർദീസായിൽ ആദത്തിന് നൽകിയത്. അവനെ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി പർദീസായിൽ വാഴിച്ചു. എന്നാൽ ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ഈ ദൗത്യം തുടരാൻ അവർക്ക് സാധിച്ചില്ല. ഉത്ഥാനം ചെയ്ത യേശു അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം
അവരെ ഭരമേൽപ്പിക്കുകയാണ്. പാപം മോചിക്കുവാനുള്ള അധികാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, അഭിഷേകം നൽകിക്കൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുകയാണ്. അപ്പസ്തോലന്മാർ അവരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം മാമോദീസായിൽ ഓരോ ശിഷ്യുവിനും നൽകുകയാണ്. അതുകൊണ്ടാണ് മാമോദീസായിൽ ഒരു ശിഷ്യുവിൻ്റെ മേൽ പ്രത്യേകം ഊതിക്കൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ദൈവജനമെന്ന നിലയിൽ മാമോദീസായിലൂടെ ഒരു വ്യക്തി ദൈവജനമാകുമ്പോൾ യേശുവിനുണ്ടായിരുന്ന ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർവഹിക്കുവാൻ അവൻ കടപ്പെട്ടവളാകുന്നു. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാണ്. യേശു തൻ്റെ പരസ്യജീവിതത്തിൽ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി. പ്രവാചന നിലയിൽ അവിടുന്ന് പഠിപ്പിച്ചു, പുരോഹിത നിലയിൽ അവിടുന്ന് പാപമോചനം നൽകി, പുരോഹിത നിലയിൽ കാൽവരിയിൽ ബലിയർപ്പിച്ചു, രാജാവെന്ന നിലയിൽ അവിടുന്ന് ശുശ്രൂഷയുടെ രാജകീയ ധർമ്മം നിർവഹിച്ചു. വിശക്കുന്നവന് അപ്പമായും, രോഗിക്ക് സൗഖ്യമായും, ബന്ധിതന് വിടുതലായും, വേദനിക്കുന്നവർക്ക് ആശ്വാസമായും അവൻ ശുശ്രൂഷ നിർവഹിച്ചു. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശു തൻ്റെ പരസ്യത്തിൽ നിർവഹിച്ചത് മാമോദീസായിലൂടെ ദൈവജനമാകുന്ന ഓരോ വ്യക്തിയും സഭയിൽ നിർവഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രതീകം നമ്മെ പഠിപ്പിക്കുകയാണ്. സഭ ദൈവത്തിൻ്റെ ജനമാണ്. രണ്ടാമതായി, യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. നമ്മൾ നേരത്തെ ആ വേദഭാഗം കണ്ടതാണ്. 1 കൊറിന്തോസ് 6:15 നിങ്ങളുടെ ശരീരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നിങ്ങൾ അറിയുന്നില്ലേ. കൊളോസ്യർ 1:18 ക്രിസ്തുവാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ അവിടുന്നാണ് ശിരസ്. ആ ശരീരത്തിൻ്റെ അവയവങ്ങളായി നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ ദൈവജനമാകുന്ന ഓരോരുത്തരും യേശുവിൻ്റെ ശിരസ്സാകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുകയാണ്, ഒട്ടിക്കപ്പെടുകയാണ്. ഒരു ശിരസ്സും ഒരു ശരീരവുമായി ദൈവജനം മുഴുവനും ഒറ്റ വ്യക്തിയായി നിലനിൽക്കുകയാണ്. ശിരസിനെയും ശരീരത്തെയും വേർപെടുത്തുക അസാധ്യമാണ്. അതുകൊണ്ട് യേശുവും സഭയും അടിസ്ഥാനപരമായി ഒന്നായിരിക്കുന്നു, യോജിച്ചിരിക്കുന്നു. സഭയെയും യേശുക്രിസ്തുവിനെയും വേർപിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ പ്രതീകത്തിലൂടെ സഭ സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു, നാം ക്രിസ്ത്യാനികളാവുക മാത്രമല്ല, പിന്നെയോ ക്രിസ്തു തന്നെയായി തീർന്നിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും കൃതജ്ഞതയുള്ളവരായിരിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്ന അനുഗ്രഹം നിങ്ങൾ മനസ്സിലാക്കിയോ? വിസ്മയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുവീൻ. നമ്മൾ ക്രിസ്തുവായി തീർന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ശിരസാണെങ്കിൽ നമ്മൾ അവയവങ്ങളാണ്. അവിടുന്നും നമ്മളും ഒന്നിച്ച് സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണത ശിരസ്സും അവയവങ്ങളും കൂടിയതാണ്. എന്നാൽ ശിരസ്സും അവയവങ്ങളും എന്താണ്? ക്രിസ്തുവും സഭയും. തന്നിലേക്ക് ആദാനം ചെയ്ത വിശുദ്ധ സഭയോടൊത്ത് ഒറ്റ വ്യക്തിയാണ് താനെന്ന് നമ്മുടെ രക്ഷകൻ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് ശിരസ്സും ശരീരവും. യേശുവാകുന്ന ശിരസിൻ്റെ അവയവങ്ങളാണ് ദൈവജനം മുഴുവനും. അതുകൊണ്ട് യേശുവിൻ്റെ ശരീരമാണ് സഭ എന്നുള്ള ആ പ്രതീകം ഒരുപക്ഷെ നമുക്ക് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ ഏറെ വ്യാഖ്യാനിക്കുന്നതിന് നമ്മെ സഹായിക്കും. മൂന്നാമതായി, സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ ആത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾക്ക്, അതായത് സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 797. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ശരീരവുമായി ഒരുപോലെ ചേർന്നിരിക്കുന്നു. ഈ ശരീരം അതിൻ്റെ ശിരസ്സുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ശിരസിനെയും ശരീരത്തെയും ഒന്നിപ്പിക്കുന്നത്, യേശുവാകുന്ന ശിരസിനെയും സഭയാകുന്ന ഈ അവയവങ്ങളെയും ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്.
1 കൊറിന്തോസ് 6:19 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. 2 കൊറിന്തോസ് 6:16, 1 കൊറിന്തോസ് 3:16 ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മുഴുവൻ ആത്മാവും ക്രിസ്തുവിൻ്റെ ശിരസിലുണ്ട്. ക്രിസ്തുവിൻ്റെ മുഴുവൻ ആത്മാവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലുമുണ്ട്. ക്രിസ്തുവിൻ്റെ മുഴുവൻ ആത്മാവും ഓരോ അവയവത്തിലുമുണ്ട്. പരിശുദ്ധാത്മാവ് സഭയെ സജീവനായ ദൈവത്തിൻ്റെ ആലയമാക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിരസ്സായ സഭ, യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, അതിനെ ശിരസിനെയും ഈ ശരീരത്തെയും ഈ അവയവങ്ങളെയും എല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ പരിശുദ്ധാത്മാവ് സഭയെ ഒന്നിപ്പിക്കുന്നു. യേശുവുമായി ദൈവജനത്തെ പൂർണ്ണമായി ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രതീകത്തിലൂടെ നാം പഠിക്കുകയാണ്. വിശുദ്ധ ഇരണേവോസ് പ്രകാരം പഠിപ്പിക്കുന്നു, എന്തെന്നാൽ എവിടെ സഭയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, എവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ അവിടെ സഭയുണ്ട്. ചുരുക്കത്തിൽ സഭ ദൈവജനമാണ്, സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്, സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന ഈ 3 പ്രതീകങ്ങളിലൂടെ സഭയെക്കുറിച്ചുള്ള വളരെ ആഴപ്പെട്ട ചിന്തകൾ നമുക്ക് ലഭിക്കും. യേശുവും സഭയും രണ്ടല്ല, ഒന്നാണ്. സഭയും യേശുവിനെയും വേർതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ എനിക്ക് വിശ്വാസമാണ്, സഭയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്, സഭയെ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് അജ്ഞത കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിനെയും സഭയെയും വേർതിരിക്കാൻ സാധിക്കുകയില്ല. വേർതിരിച്ചാൽ യേശുക്രിസ്തുവുമില്ല, സഭയുമില്ല. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് യേശുക്രിസ്തുവും സഭയും. അതുകൊണ്ട് സഭ എന്ന് പറയുന്ന യാഥാർത്ഥ്യം യേശുക്രിസ്തുവിനെ ഇന്ന് ഈ ലോകത്തിന് നൽകുന്നത് സഭയാണ്, സഭയിലൂടെയാണ്. കാരണം ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് യേശു സ്ഥാപിച്ചത് തൻ്റെ ശരീരമായ സഭയാണ്. ആ സഭയിലൂടെ മാത്രമേ യേശുവിനെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും അവൻ രക്ഷയിലേക്ക് കടന്നു വരുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഭ എന്ന യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമമായൊരു യാഥാർത്ഥ്യമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തികളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സഭയെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കാരണം സഭ എന്ന് പറയുന്ന യാഥാർത്ഥ്യം യേശു ക്രിസ്തുവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.